എങ്ങനെ ഈ പറയുന്ന ജമായത്തെ ഇസ്ലാമിയുടെ നിലപാടുകളുണ്ടായി? ഓരോ ഘട്ടത്തിലും അവർ സ്വീകരിച്ച നില എന്തായിരുന്നു? ആ കാര്യങ്ങൾ വ്യക്തമായി തന്നെ ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കാണിക്കുന്നത്. അപ്പം അതിൽ ചിലർ ഒരു സാക്ഷ്യപത്രം എന്ന നിലക്ക് അവതരിപ്പിക്കുന്നത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗമാണ്. അത് 1996 ഏപ്രിൽ 22 ദേശാഭിമാനി എഴുതിയ മുഖപ്രസംഗത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഇതിൽ ജമായത്തെ ഇസ്ലാമിക്കാരും ഈ പറയുന്ന കാര്യം വലിയ തോതിൽ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. 1996 പ്രത്യേകതയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 1996 പ്രത്യേകത പത്രസമ്മേളനത്തിൽ ഞാൻ വ്യക്തമാക്കിയിരുന്നു. ഈ ഘട്ടത്തിൽ CBCI, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ, അവർ കോൺഗ്രസ് സർക്കാരിൻ്റെ നവലിബറൽ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയെ പിന്തുണക്കാൻ തീരുമാനമെടുക്കുകയുണ്ടായി. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടായിരുന്നു അത്. അതിനെക്കുറിച്ചാണ് ആ മുഖപ്രസംഗത്തിലെ സിംഹഭാഗവും ദേശാഭിമാനി എഴുതിയിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എഴുതിയ കാര്യം, ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിൻ്റെ തൊട്ടുപുറകെയാണ് ജമായത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിൻ്റെ തീരുമാനവും പുറത്തു വന്നത്. എഡിറ്റോറിയലിൻ്റെ ഭാഗമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. 1992 ജമായത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് സർക്കാർ നിരോധിക്കുന്ന സ്ഥിതി വന്നു. അതടക്കമുള്ള കാര്യങ്ങൾ കടുത്ത പ്രതിഷേധം ജമായത്തെ ഇസ്ലാമിക്കുണ്ടായി കോൺഗ്രസിനോട്. അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധ വോട്ട് എന്ന നിലയിലാണ് 1996 തെരഞ്ഞെടുപ്പിൽ ജമായത്തെ ഇസ്ലാമിയുടെ നിലപാട് വന്നത്. അങ്ങനെയാണ് മനസ്സില്ലാ മനസ്സോടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ അവർ തയ്യാറായത്. ഇത് നേരത്തെ ഇന്നലെ പറയുമ്പോൾ കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞിരുന്നു. കാരണം അതിനു മുൻപ് എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷത്തെ അതിക്രൂരമായി ആക്രമിക്കുന്ന നിലയാണ് ജമായത്തെ ഇസ്ലാമി സ്വീകരിച്ചിരുന്നത്. കോൺഗ്രസ്സിനായിരുന്നു ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ അവർ വോട്ട് ചെയ്യാൻ ആരംഭിച്ചതിന് ശേഷം കോൺഗ്രസ്സിനെ പിന്താങ്ങിയെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരെ നിരോധിക്കേണ്ടി വന്നു കോൺഗ്രസ് സർക്കാരിന്. അപ്പോഴുള്ള വിരോധമാണ് ഈ പ്രതിഷേധ വോട്ടിന് ഇടയാക്കിയത്. 1996 ഈ ദേശാഭിമാനി മുഖപ്രസംഗത്തെ തുടർന്ന് ജമായത്തെ ഇസ്ലാമിയെ കൃത്യമായി തന്നെ വിലയിരുത്തി പോകുന്നുണ്ട്. ഈ എഡിറ്റോറിയലിൽ ജമായത്തെ ഇസ്ലാമി എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അതും ഞാൻ ഉദ്ധരിക്കാം. ലോകത്തെവിടെയുണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമായത്തെ ഇസ്ലാമി.